ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, രേവതി വെഡ്ഡിങ് കളക്ഷൻ, രേവതി ബ്യൂട്ടി പാർലർ, രേവതി ടൈലറിംഗ് സെൻറ്റർ എല്ലാവരുടെയും വകയായിട്ട് ഞങ്ങളുടെ കടയിലുള്ള എല്ലാവരുടെയും വകയായിട്ട് ഓണാശംസകൾ പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഉണ്ടാകട്ടെ. ഓണം എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ എനിക്കിങ്ങനെ ചരിത്രത്തിനെ പറ്റി അറിയാൻ പാടില്ല, പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നണേ എല്ലാവർക്കും അന്നൊക്കെ നെല്ലൊക്കെ കൊയ്ത് കിട്ടുന്നത് ഈ ഓണത്തിനൊരു വിളവെടുപ്പില്ലേ കേരളത്തിൽ. അപ്പോൾ ആ വിളവെടുപ്പും ഒരു സന്തോഷം, അന്ന് അരിയും നെല്ലൊക്കെയല്ലേ അന്നത്തെ ഏറ്റവും വലിയ സമ്പാദ്യം. അപ്പോൾ ആ വിളവെടുപ്പിൻ്റെ ഒരു ആശ്വാസവും ആ പണിയും കഴിഞ്ഞിട്ട് നെല്ലൊക്കെ കെട്ടി അതൊരു ആർഭാടവും, നെല്ലല്ലേ അരി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, അന്ന് ചമ്മന്തി അല്ലാണ്ട് പച്ചക്കറി മേടിക്കണം, പച്ചക്കറിക്കടയൊക്കെ ഉണ്ട്, ഒരു സമൃദ്ധിയല്ലേ. അപ്പോൾ ആ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനെ ആശ്രയിക്കുന്നവൻ ആ സമൃദ്ധി ഉണ്ടാകട്ടെ, സമാധാനം സന്തോഷം ഉണ്ടാകട്ടെ. യെശയ്യാ 60 അധ്യായത്തിൽ പറയുക, എഴുന്നേറ്റ് പ്രകാശിക്കുക, എൻ്റെ പ്രകാശം നിന്നിലേക്ക് വന്നിരിക്കുന്നു, എൻ്റെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അപ്പം നമ്മളിനി ദൈവത്തിൻ്റെ ഇതെല്ലാം കൃപയുണ്ട്, നമ്മളൊന്ന് എഴുന്നേറ്റ് പ്രകാശിക്കുക, ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിൽ നിന്ന് പുറപ്പെടട്ടെ. അപ്പോൾ ഓണമൊക്കെ എവിടെ വരെ എത്തി എല്ലാവർക്കും. ഇവിടെ ദൈവം പറയുക, നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. യേശുവിനെക്കുറിച്ച്, അപ്പോൾ യേശു വസിക്കുന്ന നമ്മളെക്കുറിച്ചും അങ്ങനെ തന്നെ ആകട്ടെ. തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഉത്സവ ദിനത്തിൽ എന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതം ഉതിർക്കും. ദൈവത്തിന് നമ്മളെപ്പറ്റി അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാകട്ടെ അല്ലേ. എനിക്ക് എൻ്റെ ദൈവം ആ ഒരു അവസ്ഥ നമ്മളിൽ നിന്ന് ഉണ്ടാകട്ടെ. നമ്മുടെ ക്യാരക്ടറിൽ നിന്ന് ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും. ദൈവം പറയുവാണ്, നിനക്ക് നിന്ന് ഏൽക്കേണ്ടി വരികയില്ല. ആമേൻ ആമേൻ. അപ്പോൾ യേശുമ്പുരാൻ നമ്മളിൽ നിന്ന് പിതാവായ ദൈവം യേശുവിനെ തന്ന് ആ നമ്മളിൽ യേശുമ്പുരാൻ വസിക്കാനുള്ള മഹാഭാഗ്യം കിട്ടിയ ശ്രേഷ്ഠ ജാതിയാണ് കേരളം. ഗോഡ്സ് ഓൺ കൺട്രിയാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്, ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ദൈവമക്കളാണെന്ന് തിരിച്ചറിയണ രീതിയിൽ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് സമാധാനം സന്തോഷം ഉണ്ടാകട്ടെ. നമ്മുടെ മക്കളൊക്കെ തലമുറ ദൈവജനം എന്നറിയപ്പെട്ടെ. നമുക്ക് മക്കളുടെ നന്മ കാണാനും നന്മ അനുഭവിക്കുവാനും ദീർഘായുസം പൂർണ്ണ ആരോഗ്യവും തരട്ടെ, മക്കൾക്കൊക്കെ അത് തരട്ടെ. അപ്പോൾ എപ്പോഴും ആ സ്വസ്ഥത നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ദേശത്ത് സാഹസവും നമ്മുടെ അതിനകത്ത് ശൂന്യവും നാശവും നമ്മൾ കാണുകയില്ല, കേൾക്കുകയില്ല. നമ്മുടെ മതിലുകൾക്ക് രക്ഷയെന്നും വാതിലുകൾക്ക് സ്തുതിയെന്നും പേർ പറയും. ആമീൻ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ രേവതി എല്ലാ പ്രസ്ഥാനത്തിലുള്ള എല്ലാവരുടെയും വകയായിട്ട് നിങ്ങൾക്ക് എല്ലാ സമൃദ്ധി ഉണ്ടാകട്ടെ ആശംസകൾ പറയാനാണ്. അപ്പോൾ ഞങ്ങളുടെ ചെറിയ ഓണാഘോഷത്തിൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഹാപ്പി ഓണം. Happy Onam!